RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ സത്യഭാമയ്ക്ക് ജാമ്യം. നെടുമങ്ങാട് SC/ST കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സമാന കുറ്റകൃത്യങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നും നിർദ്ദേശം. അതേസമയം സത്യമൊരിക്കൽ പുറത്തുവരുമെന്നും സത്യഭാമ കോടതിയിൽ വിശ്വാസമുണ്ടെന്നും സത്യഭാമ പ്രതികരിച്ചു. വിവരങ്ങളുമായി രശ്മി കാർത്തികയുണ്ട്. രശ്മി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ സത്യഭാമയ്ക്ക് നിലവിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ നെടുമങ്ങാട് SC/ST കോടതിയിൽ നിന്നാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന സമയത്ത് സ്ഥലത്ത് ഹാജരാകണം. 50,000 രൂപ, 2 ആൾജാമ്യം എന്നീ ഉപാധികളോടുകൂടിയാണ് ഇപ്പോൾ സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇവർ കോടതിയെ അറിയിച്ച കാര്യങ്ങൾ മനഃപൂർവ്വം അധിക്ഷേപം നടത്തിയിട്ടില്ല. ഒരു വ്യക്തിയെ മനഃപൂർവ്വം അധിക്ഷേപിക്കാൻ താൻ ശ്രമിച്ചിട്ടില്ല. വടക്കേ ഇന്ത്യയിൽ വെളുത്ത ആളുകളും SC/ST വിഭാഗത്തിലുണ്ട്. കറുത്ത കുട്ടി എന്നുള്ള പരാമർശം എങ്ങനെ SC/ST വിഭാഗത്തിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് സത്യഭാമ കോടതിയെ അറിയിച്ചത്. ഇതിനെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. അതായത് ഈ പ്രതി എന്നുള്ള ആൾ ഒരു അധ്യാപികയാണ്, പക്ഷേ മകനെ പോലെ സംരക്ഷിക്കേണ്ട ആളാണ്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം, ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷനും RLV രാമകൃഷ്ണനും കോടതിയിൽ വാദിച്ചത്. പക്ഷേ കോടതിയുടെ നിരീക്ഷണം ഇത്തരത്തിലായിരുന്നു. അതായത് ഈ ഒരു റിമാൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് കോടതി ചോദിച്ചത്. ഏതായാലും ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തുടർ നടപടികളുമായി ഇനി ഇത് മുന്നോട്ട് പോകും. ഇനി മറ്റ് നടപടികളുണ്ട്. കുറ്റപത്രം സമർപ്പിക്കുന്നതടക്കമുള്ള മറ്റ് തുടർ നടപടികളുണ്ട്. ഇത് കേസിന്റെ ഒരു പ്രാഥമിക ഘട്ടമായി കരുതേണ്ടി വരും. ഏതായാലും മറ്റ് തുടർ നടപടികളിലേക്ക് പോകും എന്നുള്ളത് RLV രാമകൃഷ്ണനും അറിയിച്ചിട്ടുണ്ട്. ഈ ജാമ്യം ലഭിച്ചതിന് ശേഷം സത്യഭാമ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. കോടതിയിൽ വിശ്വാസമുണ്ട്, സത്യം പുറത്തുവരും എന്നുള്ളതാണ് അവർ പ്രതികരിച്ചത്. മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ എപ്പോഴും മോഹിനിയായിരിക്കണം. പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ അത് സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം. ചിലരുണ്ട്, അവർക്ക് കാക്കയുടെ നിറമാണ്, മോഹിനിയാട്ടത്തിന് അവരെ കൊള്ളില്ല, പെറ്റതള്ള പോലും കണ്ടാൽ സഹിക്കില്ല. ഇതായിരുന്നു ഒരു YouTube ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സത്യഭാമ പറഞ്ഞ ഒരു കാര്യം. പിന്നീട് മാധ്യമങ്ങൾ വീണ്ടും ഇത് വലിയ രീതിയിൽ വിവാദമായതിനു ശേഷം മാധ്യമങ്ങൾ വീണ്ടും സത്യഭാമയെ സമീപിച്ചിരുന്നു. ആ സമയത്തും ഇതേ പരാമർശം അവർ ആവർത്തിക്കുകയാണ്. അതായത് അതിൽ ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പരാമർശം പിൻവലിക്കാനൊന്നും തന്നെ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് RLV രാമകൃഷ്ണൻ ചാലക്കുടി പോലീസിൽ പരാതി നൽകിയത്. പിന്നീട് കന്റോൺമെന്റ് പോലീസിന് കൈമാറുകയായിരുന്നു. ആദ്യം നെടുമങ്ങാട് കോടതിയിൽ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അത് കോടതി തള്ളിയതിനെ തുടർന്ന് പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ആണ് നെടുമങ്ങാട് SC/ST കോടതിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ സത്യഭാമ ഹാജരാകണം. ഈ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ, അതായത് ഹാജരാകുന്ന ആ ദിവസം തന്നെ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ 11 മണിക്ക് സത്യഭാമ അഭിഭാഷകനോടൊപ്പം പ്രത്യേക കോടതിയിൽ SC/ST കോടതിയിൽ നെടുമങ്ങാട് കോടതിയിൽ ഹാജരായത്. ഏതായാലും ഉപാധികളോടെ സത്യഭാമയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ദൃശ്യ തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്. RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ചെന്ന കേസിലാണ് സത്യഭാമയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്.